ഇത് 5 വോൾട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബ്ലൂടൂത്ത് ഓഡിയോ റിസീവർ ആണ്. ഇതും ഇതിനൊപ്പം പാം 8040 എന്ന് പറഞ്ഞ ഒരു കുഞ്ഞൻ ആംപ്ലിഫയർ ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കർ പണിതെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ മാത്രമാണ്. അറിയാവുന്നതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യുക. ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ പുറകിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞ 3 പിന്നുകൾ കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഓഡിയോ റിസീവിംഗ് പിന്നുകൾ. ഇതിനപ്പുറത്ത് കാണുന്ന വോൾട്ടേജ്, ഗ്രൗണ്ട് എന്നീ പിന്നുകൾ വഴിയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ പ്രവർത്തിക്കാൻ ആവശ്യമായുള്ള വോൾട്ടേജ് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ആംപ്ലിഫയർ ബോർഡിലും ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് എന്നീ 3 പിന്നുകൾ നമുക്ക് കാണാൻ കഴിയും. തൊട്ടപ്പുറത്തായിട്ട് ഈ ആംപ്ലിഫയർ ബോർഡ് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള 5 വോൾട്ട് പോസിറ്റീവ് നെഗറ്റീവ് ലൈനുകൾ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും സ്പീക്കറിന്റെ കണക്ഷനും കൊടുക്കാനുള്ള പോയിന്റുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഓരോരോ കണക്ഷനായിട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ബ്ലൂടൂത്ത് മോഡിലെ L എന്ന് എഴുതിയേക്കുന്ന ലെഗും അതുകൊണ്ട് തന്നെ ആംപ്ലിഫയർ ബോർഡിലെ L എന്ന് എഴുതിയേക്കുന്ന ലെഗും നമുക്ക് ഒരു വയർ ഉപയോഗിച്ച് സോൾഡറിംഗ് ചെയ്യാം. അടുത്ത നമുക്ക് ബ്ലൂടൂത്ത് മോഡിലെ ഗ്രൗണ്ട് എന്ന് എഴുതിയേക്കുന്ന ലെഗും അതുകൊണ്ട് തന്നെ ആംപ്ലിഫയർ ബോർഡിന്റെ ഗ്രൗണ്ട് എന്ന് എഴുതിയേക്കുന്ന ലെഗും തമ്മിൽ നമുക്ക് ഒരു വയർ ഉപയോഗിച്ച് സോൾഡറിംഗ് ചെയ്യാം. ആംപ്ലിഫയർ ബോർഡിൽ ഗ്രൗണ്ടിന് പകരം T എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് R എന്ന് എഴുതിയേക്കുന്ന ലെഗുകളും തമ്മിൽ സോൾഡറിംഗ് ചെയ്യാം. ഇതോടുകൂടി നമ്മൾ ഓഡിയോ കണക്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് ബ്ലൂടൂത്ത് മോഡിലിന്റെ പവർ ലൈൻ എടുക്കാം. ഞാൻ പവർ ലൈനിലെ ഗ്രൗണ്ട് ആണ് എടുക്കുന്നത്, അതായത് നെഗറ്റീവ് കണക്ഷൻ. ഇത് നമുക്ക് ആംപ്ലിഫയർ ബോർഡിന്റെ നെഗറ്റീവ് കണക്ഷനുമായിട്ട് സോൾഡറിംഗ് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് മോഡലിന്റെ പോസിറ്റീവ് ലെഗിൽ നിന്ന് ഒരു വയർ സോൾഡ് ചെയ്ത് നമുക്ക് ആംപ്ലിഫയറിന്റെ പോസിറ്റീവ് ലെഗുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി ഞാനൊരു ലിഥിയം ബാറ്ററി ഹോൾഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഒരു സ്വിച്ചിന്റെ ലെഗിലോട്ട് ബാറ്ററി ഹോൾഡറിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ലൈൻ നമുക്ക് സോൾഡറിംഗ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്വിച്ചിന്റെ മറ്റേ ലെഗിൽ നിന്ന് ഒരു വയർ സോൾഡ് ചെയ്തെടുത്ത് ആംപ്ലിഫയറിന്റെ 5 വോൾട്ട് ഇന്നിലോട്ട് നമുക്ക് സോൾഡറിംഗ് ചെയ്ത് കൊടുക്കാം. ഇനി ബാറ്ററി ഹോൾഡറിൽ നിന്ന് നെഗറ്റീവ് ലൈൻ നമുക്ക് ആംപ്ലിഫയർ ബോർഡിന്റെ നെഗറ്റീവ് ലൈനായിട്ട് സോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലത്തെ 15 വാട്ടിന്റെ 2 സ്പീക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള സ്പീക്കറിന്റെ ലൈൻ നമുക്ക് ആംപ്ലിഫയർ ബോർഡിന്റെ ലെഫ്റ്റ് എന്ന് എഴുതിയേക്കുന്ന സ്പീക്കറിന്റെ ഔട്ടുമായിട്ട് സോൾഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ റൈറ്റ് സൈഡിൽ നിന്നുള്ള സ്പീക്കർ ലൈൻ നമുക്ക് ആംപ്ലിഫയർ ബോർഡിന്റെ റൈറ്റ് സൈഡിലെ സെക്ഷനുമായിട്ടും സോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ പവറിന് ആവശ്യമായിട്ടുള്ള ബാറ്ററി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3.7 ലിഥിയം ബാറ്ററിയാണ് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബാറ്ററി റീചാർജ് ചെയ്യാൻ ഒരു ബാറ്ററി ചാർജ് മൊഡ്യൂൾ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു കുഞ്ഞൻ ബ്ലൂടൂത്ത് മൊഡ്യൂൾ വെച്ച് ഉണ്ടാക്കിയെടുത്തൊരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ചുമ്മാ ഒരു ഡെമോ കാണിച്ചാണ് ഈ ഒരു ഷേപ്പ് വന്നേക്കുന്നത്. ഒരു റേഡിയോയുടെ ലുക്ക് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്യാം. ഓൺ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഓൾറെഡി പെയർ ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് കണക്റ്റഡ് ആയേ. ഇനി നമുക്ക് ഇതിനകത്തൊരു പാട്ട് പ്ലേ ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞൻ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വലിയൊരു പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്, പക്ഷേ നല്ല മോശമില്ലാത്തൊരു ക്വാളിറ്റിയിൽ ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ സ്കൂളൊക്കെ അവധിയാണ്, അപ്പോൾ നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ കുറേ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക.